ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കുറുമയാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മട്ടൻ കുറുമ റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പീസ് പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടി 2 സവാള അരിഞ്ഞതും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മട്ടൺ പീസും മസാലയും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് 1/4 കപ്പ് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതും 1/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നന്നായി നിറച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്നങ്ങ് തിളച്ച് വരട്ടെ. കൂടുതൽ സമയം തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഗീ റൈസിൻ്റെ കൂടെയാണ് ഞാനിതിപ്പോൾ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.